ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ ജ്യൂസാണ്. വെറും 2 ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ചക്കയാണ്. കൂഴച്ചക്ക വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല പഴുത്ത കൂഴച്ചക്കയുടെ 15 ചുളയാണ്. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന നല്ല പഴുത്ത ചക്കയാണ്. സാധാരണ വരിക്ക ചക്ക വെച്ചിട്ട് ജ്യൂസ് അടിക്കാറുണ്ട്. അപ്പോൾ കൂഴച്ചക്ക വെച്ചടിച്ചാൽ അതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു നല്ല പഴുത്ത ചക്ക എടുക്കുക. പിന്നെ വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു 3.5 കപ്പ് നല്ല തണുത്ത പാലെടുക്കണം. അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4-5 ഗ്ലാസ് ജ്യൂസ് വരെ കിട്ടും. ഇനി അതിൽ നിന്ന് 1 കപ്പ് പാലും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടെ മിക്സ് ചെയ്തിട്ട് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൽ വേറെ ഫ്ലേവേഴ്സിൻ്റെ, അതായത് ഏലക്കയോ വേറെ എസൻസോ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല പഴുത്ത ചക്കയാണ്ട് മധുരം ആവശ്യത്തിനുണ്ട്. അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ പഞ്ചസാര മാത്രം ചേർത്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് നാട്ടിൽ നിന്നും ബ്രദർ അയച്ചു തന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.